തീത്തോസിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് പ്രധാനമായും അതിന് ഊന്നൽ കൊടുക്കുന്നത്. നാം പാടിയപ്പോൾ ഇങ്ങനെ പാടിയത് ഓർക്കുന്നുണ്ട്. കേൾക്കുമോ നാം കാഹള ശബ്ദം, കാണുമോ നാം നമ്മുടെ രക്ഷകനെ. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേര് ആഴത്തിലാതോ ഒന്ന് ഹൃദയത്തിൽ ടച്ച് ചെയ്തൊന്നും എനിക്കറിയത്തില്ല. കാഹള ശബ്ദം കേട്ടില്ലെങ്കിൽ പിന്നെ ഒരു പ്രയോജനമില്ല. ഓടിയതും അധ്വാനിച്ചതുമൊക്കെ വെറുതെ ആയി പോകും. അങ്ങനെയെങ്കിൽ സ്തോത്രം, നമ്മുടെ ഈ ആയുസ്സിൽ കർത്താവ് വരുമെന്ന നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പ്രത്യാശ. അങ്ങനെ പ്രത്യാശയുള്ളവർ മാത്രം ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം ആരാണ്? കാഹള ശബ്ദം കേൾക്കാനുള്ളവരാ. ഹല്ലേലൂയ. കാഹള ശബ്ദം കേൾക്കാനുള്ള, എതിർ ക്രിസ്തുവിനെ എതിരേൽക്കാനല്ല നമ്മളിവിടെ നിൽക്കുന്നത്. പിന്നെയോ സ്തോത്രം, അരുമനാഥനെ എതിരേൽക്കാനായിട്ടാണ്. ഹല്ലേലൂയ. അവൻ മേഘത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ സ്തോത്രം, ആ കാഹള ശബ്ദം കേൾക്കണം, എടുക്കപ്പെടണം. പിന്നെയുള്ള 7 വർഷത്തെ മഹോദരവകാലം, 3.5 വർഷം ഫസ്റ്റ് ഹാഫ്, 3.5 വർഷം സെക്കൻഡ് ഹാഫ്, അതിനകത്ത് പെടരുത്. സ്തോത്രം, ഹല്ലേലൂയ. അതിനു മുമ്പ് എടുക്കപ്പെടണം. നാം എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം. സ്തോത്രം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ ഇതാണ് വിളിച്ചു പറയുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായി ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഹല്ലേലൂയ. ഈ 3 വാക്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷതകളാണ്. സ്തോത്രം. ഈ 3 വാക്യങ്ങൾ നമ്മൾ ചോർത്ത് വെച്ച് പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷതകൾ അവിടെ കാണാം. സ്തോത്രം. 1, ഭൂതകാലത്തിൽ അവൻ പ്രത്യക്ഷപ്പെട്ടത്. 2, വർത്തമാനകാലത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. 3, ഭാവി കാലത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിൻ്റെ മലയാളം കറക്റ്റ് ഓർഡറിലല്ല, ഇംഗ്ലീഷ് വേർഷനാണ് കറക്റ്റ് ഓർഡറിൽ കിടക്കുന്നത്. സ്തോത്രം. 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഹാസ് അപ്പിയർഡ് ബ്രിങ്ങിങ് സാൽവേഷൻ ടു ഓൾ മെൻ. സ്തോത്രം. രണ്ടാമത് പറയുന്നത്